നമ്മുടെ നാടൻ മൊജിറ്റോ. ആഹാ, അടിപൊളി. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷ നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊരു അടിപൊളി ഡ്രിങ്കാണ്, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുക്കാൻ നോക്കുക. ചെറിയൊരു പുളിപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. നാടൻ മാങ്ങ ആയിരിക്കും ഇത്തിരി നല്ലത്. ഇത് ഇപ്പോൾ ഞാൻ മേടിച്ചേക്കണത് കടയിൽ നിന്ന് മേടിച്ചതാണ്. നാടൻ മാങ്ങയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ ആദ്യം തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം നമുക്ക് ആദ്യം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. ചെറിയ ചെറിയ സ്ക്വയർ കഷ്ണം മതി നമുക്ക്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നാരങ്ങയാണ്. ഇപ്പോൾ നാരങ്ങ നമുക്ക് 2 രീതിയിൽ അരിയാനുണ്ട്. ഒന്ന് നമുക്ക് കുരു കളഞ്ഞിട്ട് ചതക്കാനുള്ള രീതിയിലാക്കണം. പിന്നെ ഒന്ന് സ്ലൈസ് റൗണ്ടിൽ നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നാരങ്ങയുടെ നടുവേ ഒന്ന് കീറിയിട്ട് ഇതൊക്കെ 4 ഒരു ഭാഗം, ഈ രണ്ടാമത്തെ ഭാഗം. ഇതേപോലെ നമുക്ക് ഒരു നാരങ്ങ എടുത്താൽ മതി നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് നമ്മൾ നാരങ്ങ ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ പാട നമുക്ക് കട്ട് ചെയ്ത് കളയണം. പാട നമുക്ക് ആവശ്യമില്ല, കാരണം അത് ചിലപ്പോൾ അത് കരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ പാട കളഞ്ഞെടുക്കണം. അപ്പോൾ അതേപോലെ 4 കഷ്ണം നമ്മൾ മാറ്റുന്നതാണ്. അടുത്ത നമുക്ക് അതിൻ്റെ പൊക്കത്ത് ഡെക്കറേഷന് വേണ്ടി നമുക്കൊരു നാരങ്ങ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളൊരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കണ നാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നാരങ്ങ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത്. അതിന് ശേഷം നമ്മുടെ പുതിനയില നമുക്കൊരു 2-3 അല്ലി മതി. അതിൻ്റെ ഇല നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക, അതേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെച്ചേക്കണ മാങ്ങ, അതിനൊരു പിശുക്കും കാണിക്കേണ്ട, ഇട്ടങ്ങ് കൊടുത്തോളണം. ഇതിനകത്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പൊടിച്ച് വെച്ചേക്കണ പഞ്ചസാര പൊടി. അപ്പോൾ അത് നമുക്കൊരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ പഞ്ചസാരപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സിറപ്പായാലും മതി, പഞ്ചസാര സിറപ്പായാലും മതി. എനിക്ക് തോന്നുന്നു ഇത്തിരി ഒരു ടേസ്റ്റ് പഞ്ചസാര സിറപ്പായിരിക്കും. അതിനുശേഷം നമ്മുടെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് നമ്മുടെ സോഡ, അവനാണ് താരം. ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും സെറ്റപ്പായിരിക്കും. അതിനുശേഷം ജസ്റ്റ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, എല്ലാം ഒന്ന് അങ്ങോട്ട് ഇളകാൻ വേണ്ടി. അതുപോലെ തന്നെ നാരങ്ങയും പുതിനയിലും നമുക്ക് അധികം ചതയേണ്ട ആവശ്യമില്ല. മാങ്ങയാണ് നമുക്ക് ശരിക്കും അങ്ങോട്ട് ചതഞ്ഞിട്ടുണ്ടത്. ഏകദേശമൊക്കെ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ സ്ലൈസ് വെച്ചേക്കണ നാരങ്ങ ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രോ അങ്ങ് ഇട്ടിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് സാപ്പിടാം. പിന്നെ നമുക്കിത് നേരെ ഇനി കുടിച്ചാൽ മാത്രം മതി. ഇത്രേ ഉള്ളൂ നമ്മുടെ മൊജിറ്റോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളി ഡ്രിങ്കാണ്, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.